ഗൈസ്, ഞാൻ എന്താ പറയുക ഇങ്ങനെ തിളങ്ങുന്നത്? വേറെ ഒന്നല്ല, ഞാൻ സൺസ്ക്രീൻ ഇട്ടിക്കണ്, അതുകൊണ്ടാ. ഞാൻ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഇമ്മന്റെ കസിന്റെ ഒരു വെഡിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. എങ്ങോട്ടാന്നല്ലേ? അത് തന്നെ, നമ്മളെ ഇമ്മന്റെ വീട്ടിലേക്ക്. ഇനി ഫുൾ അങ്ങോട്ട് എൻജോയ്മെന്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ഇപ്പച്ചി ഒരു 50 രൂപ തന്നിക്കണ്. ജങ്കാർ അക്കരെ ആയതുകൊണ്ട് നമ്മൾ ഇക്കരെ വന്നിട്ടൊരു ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ വിചാരിച്ച്. 50 രൂപയല്ലേ, ലാവിഷ് ആവട്ടെ. പിന്നെ ദീദി ഒരു ഉപ്പിലിട്ട മാങ്ങ വാങ്ങി. ഒന്നും ആയിട്ടുള്ളൂ, എനിക്കങ്ങനെ ഇഷ്ടമല്ല, എന്നാലും ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏതായാലും ചൂട്, ഭയങ്കര ചൂട്. ഞാനാണെങ്കിൽ ജങ്കാറിന്റെ അടുത്തുള്ള ഷെഡിൽ കയറി അങ്ങോട്ട് നിന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ജങ്കാറ് ഇക്കരെ എത്തി. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര പേടിയാ. നമ്മൾ ഇറങ്ങിയത് തീരെ ചൂടില്ലാത്ത നേരത്തായതുകൊണ്ട് ഞാൻ തലയിൽ കൂടെ ഷോളൊക്കെ ഇട്ട് കണ്ടോ. ഞാനിത്തിരി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള പെണ്ണ. ഇപ്പതേ ഇവരുടെ കാലല്ലേ. നിങ്ങൾ ഏത് ടീമാ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഫൈനലി നമ്മുടെ ഇമ്മന്റെ വീടെത്തി. ഗൈസ്, ഇവിടെ എത്തുമ്പോഴൊരു സുഖം അത് വേറെ തന്നെ ആണ് കേട്ടോ. നമ്മുടെ ഇച്ചാക്ക മാത്രല്ല കേട്ടോ വന്നത്, കോയപ്പയിൽ ലാൻഡ് ചെയ്തിക്കണേ. ഞാൻ എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ചാല് ഗൈസ്, നമ്മള് വീട്ടിലൊക്കെ എത്തി റൂമിൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് പുറത്ത് ഭയങ്കര സൗണ്ട്. എന്താന്ന് നോക്കിയപ്പോൾ ഞാനിതാ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചില്ല ഗൈസ്. പുറത്തത്തെ അവസ്ഥ നിങ്ങൾ നോക്കി. ഏതായാലും മഴ, മഴ, എന്ത് കാറ്റാന്നറിയാം, അവിടെ ഒന്നും കാണുന്നില്ല. നല്ല മഴ, ഓവർ സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ ഡോറൊക്കെ കുറ്റിട്ട് നേരെ റൂമിലേക്ക് പോയി. അല്ലെങ്കിലും മാറ്റ നേരത്തായിരിക്കും കറണ്ടൊക്കെ പോവല്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഗായ്സ്. നമ്മള് മേക്കപ്പ് ചെയ്യാൻ നേരത്തായിരുന്നു കറണ്ട്. എന്താ ചെയ്യാ, അങ്ങനെ ലാസ്റ്റ് എമർജൻസി ഫോണിന്റെ ലൈറ്റ് ഒക്കെ കൂടി വെച്ച് ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് അങ്ങോട്ട് ആക്കി. കയ്യോ, നമ്മളതിന് സാധിക്കും. ചെക്കൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളങ്ങനെ എമർജൻസി ഒക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും കറണ്ട് വന്നിട്ടോ. ഗൈസ്, ഇന്റെ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യേ. മൈ ബ്യൂട്ടീഷ്യൻ ഈസ് ദീദി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്ന് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും ആരൊക്കെ ലൈറ്റ് ഓഫ് ആക്കി പോയി. എന്തായാലും നമുക്ക് മൈലാഞ്ചി പരിപാടിക്ക് പോവാം. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്. ഇന്നിവിടെ മൈലാഞ്ചി കല്യാണമാണ്, അതുകൊണ്ടാണ് എല്ലാവരും പച്ചയും പച്ചക്കിട്ട് വന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിനെ കാണാന്. ഇത് പിന്നെ എന്റെ മാമന്റെ ഇളയ സന്തതിയാണ്. ഓ, എന്തൊരു മാന്യൻ. ആരും നോക്കടാ, നമ്മള് കുടുംബക്കാരുടെ ആളൊരു മാന്യനാ. ഇതൊക്കെ കേട്ടോ എന്റെ ചെറിയ ചെറിയ കസിൻസ്. ഒരു ഉമ്മ കൊടുക്കാനാ രണ്ടാൾക്കും ഇത്ര നാണം. ഇത് പിന്നെ എന്റെ മാമന്റെ മൂത്ത കുട്ടിയാ. ആള് വീഡിയോയിൽ ഇൻട്രോവേർട്ട് ആണെങ്കിലും പുറത്തൊക്കെ ഭയങ്കര എക്സ്ട്രോവേർട്ടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വേറൊന്നുമില്ല, ആള് പരിപാടി കണ്ട് നെട്ടി നിക്കാൻ കേട്ടോ. ഇത് പിന്നെ കാണുന്ന പോലല്ല, ഭയങ്കര കുരുത്തക്കേടാ. കണ്ടാ പറയോ? ആ ചിരി കണ്ടാ പറയില്ല. പിന്നെ സാരി എടുത്ത് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അതില് ഒരാളാണ് ഫിയ, ഇതേ ഈ നിൽക്കുന്നത്. ഇത് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതാ, വേറൊന്നല്ല. ഇത് പിന്നെ എന്റെ മാമന്റെ 2ാമത്തെ കുട്ടിയാ. അങ്ങനെ ബ്രൈഡിന്റെ എൻട്രി ആയി. ഫോട്ടോ എടുത്തതിനായിട്ടാണ് കേട്ടോ എൻട്രി. അങ്ങനെ മൊത്തം പാട്ടും ഡാൻസും പരിപാടിയായി. ഞാനൊരു ചെറിയ ഭാഗം ഇതില് സൗണ്ട് വെക്കാട്ടോ. ഗായ്സ്, നമ്മളെല്ലാരും പാട്ട് പാടി ഒപ്പന കളിക്കുമ്പോ ബ്രൈഡ് ഇമോഷണലായി. ഇത് ശരിക്കും കരയാണോ അല്ലെങ്കിൽ ചിരിക്കാണോ? കരയണോണ്ട് ചിരിക്കണോണ്ട്, ഏതാണിപ്പം? ആനന്ദക്കണ്ണീരാ തോന്നുന്നുണ്ട്. അതെ ഗൈസ്, ആനന്ദക്കണ്ണീരാണ്. അങ്ങനെ ആള് റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായി വന്ന് നമ്മൾ വീണ്ടും ഒപ്പന കളിക്കാൻ തുടങ്ങിട്ടോ. ഒപ്പന മാത്രല്ല, ഡാൻസും ഉണ്ട്. സത്യം പറയാലോ, ഒക്കെ കൂടി ഒരു ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാ കസിൻസും താത്താന്റെ കുറെ ഫ്രണ്ട്സും എല്ലാരും ഉണ്ടായിരുന്നു. ടിവിയിൽ പാട്ട് വെച്ചപ്പോഴാ ഡവിന്റെ പരസ്യം. ഡവല്ല ഗൈസ്, അത് ലെക്സ് ആണ്. സോറി ഫോർ എവറിത്തിങ്. ഓക്കെ, കളിച്ച കൈകൊട്ടൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എല്ലാരും കൂടെ ഭയങ്കര ഫണ്ണായിരുന്നു. ദേ, ഇനി ഇന്നാരും കണ്ടില്ല എന്ന് പറയണ്ട, എല്ലാരും ഉണ്ട് കേട്ടോ. ഞാൻ മാത്രല്ല, ഇനായുണ്ട്. ഇതാണ് നമ്മുടെ റാഫി മാമൻ. കാണുന്ന പോലല്ല, ആള് ഭയങ്കര പാവാ. ഇത് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു കാര്യമാണ് കേട്ടോ. അല്ലാതെ ക്യാമറ പറഞ്ഞിട്ടല്ല. ഗൈസ്, ഇതിൽ ഏതാണ് എൻ്റെ കൂടെ സ്റ്റുഡിയോയിലേക്കൊക്കെ വരുന്ന ദീദി? നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മളെല്ലാരും ഫോട്ടോ എടുത്തു. ദേ,
ഇച്ചാക്കി ഉണ്ടായിരുന്നു. ഗൈസ് ആകെ ക്ഷീണിച്ചൊരു പരിവായി. നമുക്ക് ഞം കഴിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക്. ഇഹി ഇഹി ഇഹി. ദേ ഇവനെ കണ്ടില്ല എന്ന് ആരും പറയണ്ട. പിന്നെ ദേ ഈ ഫുഡ് കഴിക്കുന്നത് എൻ്റെ മാമൻ്റെ 3ാമത്തെ കുട്ടിയാണ്. ഷഹൽ എങ്ങോട്ടേക്കോ കൊണ്ടുപോകണ്ടിട്ടോനെ. ഇത് പിന്നെ എൻ്റെ വേറൊരു രീതിയാണ് കേട്ടോ. ലീൻ ആൾ ആദ്യം ചിരിച്ചു കാണിക്കും, പിന്നെ അവിടെ ക്യാമറ മറയ്ക്കും. എനിക്കും ഇന്ന് എല്ലാവരും ഇറിറ്റേറ്റ് ആക്കലാണല്ലോ പണി. ഗൈസ് അങ്ങനെ എനിക്കുള്ള ബിരിയാണി എത്തി. എനിക്കല്ല, എല്ലാവർക്കുള്ള ബിരിയാണി. പിന്നെ എന്നെ ടേസ്റ്റ് വൈസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ നോക്കാൻ പോകുന്നത്. എൻ്റെ എല്ലാ വ്ളോഗും നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യം നിങ്ങൾക്ക് തരാതെ ഞാനൊന്നും കഴിക്കാറില്ല. സത്യം ഗൈസ്. ബിരിയാണി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവരൊക്കെ ഒന്നാണ് എനിക്ക് കുടുങ്ങോ ആവോ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? പിന്നെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് നേരെ റൂമിലേക്ക് വന്ന്. ഈ ലീനാണെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റില്ല ഗൈസ്. ഞാനൊക്കെ ആണെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടിയാ, ബട്ട് ഓൾക്കാ ഷെയ്ഡ് ചേരുന്നുണ്ട് കേട്ടോ. അടിയിൽ ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഫോട്ടോഷൂട്ടില്ല. പിന്നെ ഇവിടെ ലീനും എൻ്റെ ദീദിയും എല്ലാവരും മൈലാഞ്ചി ഇട്ട് കൊടുക്കണ തിരക്കിലാണ് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ലൊരു ക്യൂട്ട് കുട്ടിയുണ്ട് കേട്ടോ. ഓനെൻ്റെ കയ്യിലിടുന്ന കേട്ടോ ഉറങ്ങി. പിന്നെ ഇത് ഇന്നെ കഴിവേർത്തരാണ് കേട്ടോ. ഞാൻ എൻ്റെ ദീദിൻ്റെ കയ്യിൽ വരച്ചു കൊടുത്തതാ. എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ ആഭ്യമ്മായി നമ്മളെ വൈബാണ് കേട്ടോ. പൊള്ളി വൈബാ, കണ്ടില്ലേ? പിന്നെ നമ്മളെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ലീനും ലിബിയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിച്ച ഒരു പരിപാടി കഴിഞ്ഞ് വന്നാൽ നമ്മളല്ലാതാവും. അതുകൊണ്ട് ഫുള്ള് വൈബ് ചെയ്യുന്നു കേട്ടോ. ഇച്ചാക്ക് നിങ്ങൾ വിചാരിക്കണാരല്ല, ഫുള്ള് ഡാൻസാ. അപ്പൊ നാളത്തെ എപ്പിസോഡ് വീണ്ടും വരും. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ള. അപ്പൊക്കെ ബൈ.